Welcome back to English EduHub. English at your fingertips. Here, in this session, I would like to discuss the second module of the textbook Signatures. It is the textbook for third semester UG Common Course. Name of this module is Speeches and Testimonies. Speeches and Testimonies. What do you mean by testimonies? Actually, it is a formal court statement or proof or evidence. കോർട്ടിൽ നിന്നൊക്കെ കൊടുക്കുന്ന സമ്മതപത്രം, പ്രൂഫ്, തെളിവ് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ സെക്കൻഡ് മൊഡ്യൂൾ ഈസ് ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ്. ഇറ്റ്സ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ഹാരൾഡ് പിൻറ്റർ. ഹാരൾഡ് പിൻറ്റർ എന്ന് പറഞ്ഞ മോഡേൺ റൈറ്ററിൻ്റെ ഒരു സ്പീച്ചിൽ നിന്നുള്ള കുറച്ച് എക്സ്ട്രാക്റ്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓൾ റൈറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു give some crucial informations about Harold Pinter. You know, Harold Pinter was born in the year 1930 and died in the year 2008. He is a Nobel Prize winning English playwright, screenwriter, director, and actor. One of the most influential modern British dramatists, his writing career spanned more than 50 years. അദ്ദേഹം ഒരു നൊബേൽ പ്രൈസ് വിന്നിംഗ് ഇംഗ്ലീഷ് പ്ലേ റൈറ്ററാണ്, സ്ക്രീൻ റൈറ്ററാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്. ആൻഡ് യു നോ, മോഡേൺ ബ്രിട്ടീഷ് ഡ്രമാറ്റിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളിൽ, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഹാരൾഡ് പിൻറ്റർ. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കാരിയർ മോർ ദാൻ 50 years അധികം, അതിനേക്കാളും 50 വർഷത്തിലധികം നീണ്ടു നിന്നിരുന്ന ഒരു റൈറ്റിംഗ് കാരിയറാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ, യു നോ, ഹിസ് ബെസ്റ്റ് നോൺ പ്ലേസ് ഇൻക്ലൂഡ് ദ ബർത്ത്ഡേ പാർട്ടി വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1957, The Homecoming, which was published in the year 1964, and Betrayal, which was published in the year 1978. And you know, each of which he adapted for screen. അദ്ദേഹത്തിൻ്റെ വെൽ നോൺ പ്ലേസ് അല്ലെങ്കിൽ ബെസ്റ്റ് നോൺ പ്ലേസ് എന്നറിയപ്പെടുന്ന 3 പ്ലേസാണ് ദ ബർത്ത്ഡേ പാർട്ടി, ഹോം കമ്മിങ്, ബീട്രയൽ. ഇതെല്ലാം സ്ക്രീനിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. And you know, his screenplay adaptations of others' works include The Servant, The Go-Between, The French Lieutenant Woman, The Trial and The Sleuth. മറ്റുള്ള റൈറ്റേഴ്സിൻ്റെ വർക്ക്സിനെയും അദ്ദേഹം അതിൻ്റെ അഡാപ്റ്റേഷൻസിനൊക്കെ അദ്ദേഹം സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട്. അങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ള വർക്ക്സിൽ പ്രധാനപ്പെട്ടതാണ് ദ സെർവൻറ്റ്, The Go-Between, The French Lieutenant's Woman, The Trial and The Sleuth. You know, he also directed and acted in radio, stage, television and film productions of his own and others' works. All right. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുവാണെങ്കിൽ, he was born and raised in Hackney, East London and educated in Hackney Down School. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഹി വാസ് എ കീൻ ക്രിക്കറ്റ് പ്ലെയർ, ആക്ടഡ് ഇൻ സ്കൂൾ പ്ലേസ് ആൻഡ് റോട്ട് പോയിട്രി. പ്ലേസിലൊക്കെ ആക്ട് ചെയ്യാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ പോയിട്രി എല്ലാം എഴുതി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഹി അറ്റൻഡഡ് ദ റോയൽ അക്കാഡമി ഓഫ് ഡ്രമാറ്റിക് ആർട്ട് ബട്ട് ഡിഡൻറ്റ് കംപ്ലീറ്റ് ദ കോഴ്സ്. റോയൽ അക്കാഡമി ഓഫ് ഡ്രമാറ്റിക് ആർട്ട് എന്ന് പറയുന്ന ഒരു അക്കാഡമിയിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു, അറ്റൻഡ് ചെയ്തു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. After that, he continued training at the Central School of Speech and Drama and worked in repertory theatre in Ireland and England. ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അദ്ദേഹം സെൻട്രൽ സ്കൂൾ ഓഫ് സ്പീച്ച് ആൻഡ് ഡ്രാമയിൽ ട്രെയിനിങ് ചെയ്യുകയും ആഫ്റ്റർ ദാറ്റ് ഹി വർക്ക്ഡ് ഇൻ റെപ്പർട്ടറി തിയേറ്റർ ഇൻ അയർലൻഡ് ആൻഡ് ഇംഗ്ലണ്ട്. ദെൻ 1956 അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മാരേജ് ഉണ്ടായിരുന്നത്. ദ റിലേഷൻ വാസ് വിത്ത് ആക്ട്രസ് വിവിയൻ മെർച്ചൻറ്റ് ആൻഡ് ഹാഡ് എ സൺ നെയ്മഡ് ഡാനിയൽ ആൻഡ് ഹി വാസ് ബോൺ ഇൻ ദ ഇയർ 1958.
പക്ഷേ ഒരുപാട് കാലമൊന്നും ആ ഒരു കോൺജുഗൽ റിലേഷൻഷിപ്പ് നിലനിന്നില്ല. ഹി ലെഫ്റ്റ് വിവിയൻ മെർച്ചൻ്റ് ഇൻ ദ ഇയർ 1975 ആൻഡ് മാരീഡ് ഓഥർ ലേഡി ആൻ്റോണിയ ഫ്രേസർ ഇൻ 1980. 1975 വിവിയൻ മെർച്ചൻറ്റിനെ ഉപേക്ഷിക്കുകയും 1980 ലേഡി ആൻ്റോണിയ ഫ്രേസറിനെ മാരി ചെയ്യുകയും ചെയ്തു. ദിസ് ഇസ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇനി അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കരിയറിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഹാരൾഡ് പിൻറ്റേഴ്സ് കരിയർ ആസ് എ പ്ലേ റൈറ്റ് ബിഗാൻ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ദ റൂം ഇൻ ദ ഇയർ 1957 ആൻഡ് ഹിസ് സെക്കൻഡ് പ്ലേ വാസ് ദ ബർത്ത്ഡേ പാർട്ടി. അദ്ദേഹത്തിൻ്റെ ഹാരൾഡ് പിൻറ്ററിൻ്റെ റൈറ്റിംഗ് കരിയറിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ദ റൂം എന്ന് പറഞ്ഞ ഡ്രാമയുടെ പ്രൊഡക്ഷനോട് കൂടിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദ ഇയർ 1957. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പ്ലേ ആയിരുന്നു ദ ബർത്ത്ഡേ പാർട്ടി. ഓൾ റൈറ്റ്. Then he appeared as an actor in productions of his own work on radio and film. He also undertook a number of roles in works by other writers. He directed nearly 50 productions for stage, theatre and screen. Pinter received over 50 awards, prizes and other honors. ഒരുപാട് ആളുകളുടെ വർക്ക്സിൽ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വർക്ക്സിൽ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 50 പ്രൊഡക്ഷൻസ് ഫോർ സ്റ്റേജ്, തിയേറ്റർ ആൻഡ് സ്ക്രീൻ അതൊക്കെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹി റിസീവ്ഡ് ഓവർ 50 അവാർഡ്സ്, പ്രൈസസ് ആൻഡ് അതർ ഓണേഴ്സ്. 50 കൂടുതൽ അവാർഡ്സും പ്രൈസസും ഓണേഴ്സും എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. All right. Despite frail health, after being diagnosed with cancer in December 2001, Pinter continued to act on stage and the screen. 2001 അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഹെൽത്ത് വല്ലാതെ ബാഡ് കണ്ടീഷനിലോട്ട് മാറിയപ്പോഴും അതൊന്നും വകവയ്ക്കാതെ, despite frail health after being diagnosed with cancer in December 2001, Pinter continued to act on stage and screen. സ്റ്റേജിലും സ്ക്രീനിലുമെല്ലാം ആക്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം അവസാനമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തത് സാമുവൽ ബെക്കറ്റിൻ്റെ 1 ആക്ട് മൊണോലോഗായിട്ടുള്ള ക്രേബ്സ് ലാസ്റ്റ് ടേപ്പ് എന്ന് പറയുന്ന പ്ലേയിലാണ്. ആൻഡ് ഇത് പെർഫോം ചെയ്തത് റോയൽ കോർട്ട് തിയേറ്ററിൽ ഒക്ടോബർ 2006 റോയൽ കോർട്ട് തിയേറ്ററിൻ്റെ 50th ആനിവേഴ്സറിക്കാണ്, അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു പ്ലേ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ദെൻ ഹി ഡൈഡ് ഫ്രം ലിവർ ക്യാൻസർ ഓൺ 24th December 2008. This is all about the personal details of Harold Pinter. I'm repeating, Harold Pinter was born in the year 1930 and died in the year 2008. He is a Nobel Prize winning English playwright, screenwriter, director and actor. One of the most influential modern British dramatists, his writing career spanned more than 50 years. His best-known plays include The Birthday Party, The Homecoming, and The Betrayal. He also directed and acted in radio, stage, television, and film productions of his own and others' works. Then, Pinter was born and raised in Hackney, East London, and educated at Hackney Downs School. He was a keen cricket player, acted in school plays, and wrote poetry. Then in the year 1956, he married actress Vivian Merchant and had a son, Daniel, born in the year 1958. He left Vivian Merchant in the year 1975 and married the author Lady Antonia Fraser in 1980. Pinter's career as a playwright began with a production of The Room in the year 1957 and his second play, The Birthday Party.
Then, um, he appeared as an actor in productions of his own work on radio and film. He also undertook a number of roles in works by other writers. He directed nearly 50 productions for stage, theatre, and screen. Pinter received over 50 awards, prizes, and other honors. Despite frail health after being diagnosed with cancer in December 2001, Pinter continued to act on stage and screen, last performing the title role of Samuel Beckett's one-act monologue, Crape's Last Tape, for the 50th anniversary season of the Royal Court Theatre in October 2006. He died from liver cancer on 24th December 2008. This is almost a brief personal life history of Harold Pinter. ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ്. ആക്ച്വലി ഇറ്റ്സ് എ സ്പീച്ച്. നമ്മൾ പറയുകയുണ്ടായി അദ്ദേഹത്തിന് ക്യാൻസറായിട്ടാണ്, ലിവർ ക്യാൻസർ വന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ദെൻ ഈ ക്യാൻസർ കാരണം 2005 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. എന്നാൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണമായിട്ട് ആ നൊബേൽ പ്രൈസ് വാങ്ങാനുള്ള, ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഫങ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഫിസിക്കലി പങ്കെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് ഫങ്ഷനിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സ്പീച്ച് അദ്ദേഹം വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അതിന് ഫങ്ഷൻ നടക്കുന്ന പ്ലേസിൽ 3 ലാർജ് സ്ക്രീൻസിൽ സ്വീഡിഷ് അക്കാഡമിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സ്പീച്ചിൻ്റെ കുറച്ച് എക്സ്ട്രാക്ട്സ്, ഈ സ്പീച്ചിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ കുറച്ച് പാർട്സാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സ്പീച്ച് അങ്ങനെ തന്നെയല്ല, അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓൾ റൈറ്റ്, നമുക്ക് ജസ്റ്റ് എന്താണ് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എന്നൊന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ് ഇസ് ദ നൊബേൽ ലെക്ചർ ഡെലിവേർഡ് ബൈ ഹാരൾഡ് പിൻറ്റർ. Since he was ill and admitted in hospital, he videotaped his Nobel lecture, and it was projected on 3 large screens at the Swedish Academy on the evening of 7th December 2005. 7th ഡിസംബറിലാണ് സ്വീഡിഷ് അക്കാഡമിയിൽ വെച്ച് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം വീഡിയോ ടേപ്പ് ചെയ്തിട്ടുള്ള, ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള സ്പീച്ചിനെ സ്വീഡിഷ് അക്കാഡമിയിലെ ലാർജ് സ്ക്രീൻസിൽ, 3 ലാർജ് സ്ക്രീൻസിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓൾ റൈറ്റ്, Pinter delivered a passionate, truthful and courageous acceptance speech. Pinter's lecture has been widely distributed by print and online media and has provoked much commentary and debate, with some commentators accusing Pinter of anti-Americanism. All right. പിൻറ്റർ വളരെ പാഷനേറ്റായി, വളരെ ട്രൂത്ത്ഫുള്ളായി, സത്യസന്ധമായി, മാത്രമല്ല വളരെ കറേജിയസ് ആയിട്ടാണ് ഈ ഒരു ആക്സെപ്റ്റൻസ് സ്പീച്ച് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ട്രൂത്ത്ഫുൾ ആൻഡ് കറേജിയസ് എന്നൊക്കെ പറയാനുള്ള കാരണം, ഈ സ്പീച്ച് ആക്ച്വലി അമേരിക്കൻ പോളിസിയോടുള്ള, അമേരിക്കൻ പോളിറ്റിക്സിനോടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ്. അമേരിക്കൻ പോളിസിയെ, ഫോറിൻ പോളിസിയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ചിന് ആൻറ്റി അമേരിക്കനിസം എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകളെല്ലാം അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Pinter's lecture has been widely distributed by print and online media. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു എക്സ്ട്രാക്റ്റിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൻ്റെ പാർട്ടോ ഒരു കമൻറ്റിനെയോ ഒരു കൊട്ടേഷനെയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഴിഞ്ഞാൽ നമുക്കറിയാം, സൊസൈറ്റി, സോഷ്യൽ മീഡിയ അതങ്ങോട്ട് ഏറ്റെടുക്കും. എന്നിട്ട് അതിന് കുറേ ആളുകൾ ഫോറായിട്ട് അതിനുണ്ടാവും, കുറേ ആളുകൾ എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ ഒത്തിരി പേര് ഇവിടെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം സംസാരിക്കാനുണ്ടായിരുന്നു. ലൈക്ക് വൈസ് പിൻറ്ററിൻ്റെ ലെക്ചർ
പ്രിൻ്റ് മോഡിലും ഓൺലൈൻ മീഡിയയിലുമൊക്കെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ഇത് കേൾക്കുന്ന ആളുകൾ പ്രൊവോക്ക് ആവുകയും ചെയ്യുകയുണ്ടായി. വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള കുറേ കമൻസ് അദ്ദേഹം ഈ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സം കമൻറ്റേറ്റേഴ്സ് അക്യൂസിങ് പിൻറ്റർ ഓഫ് ആൻറ്റി അമേരിക്കാനിസം. ഇൻ ഹിസ് നൊബേൽ ലെക്ചർ, പിൻറ്റർ ക്രിറ്റിസൈസസ് ദ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻസ്. അദ്ദേഹം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻസിൻ്റെ പോളിസീസിനെയും പ്രാക്ടീസസിനെയും എല്ലാം വളരെ പവർഫുള്ളായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഈ സ്പീച്ചിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. പിൻറ്റർ ഹാസ് സ്പോക്കൺ ഔട്ട് ടയർലെസ്ലി ആൻഡ് പവർഫുള്ളി അഗെയിൻസ്റ്റ് ദ വാർ ഇൻ ഇറാഖ് and the depredation of American imperialism in the Balkans, Central America and elsewhere that preceded it. We know that അമേരിക്കാനിസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, അവരുടെ പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് ത്രൂ ഔട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പിൻറ്റർ ഹാസ് സ്പോക്കൺ ഔട്ട് ടയർലെസ്ലി, ഒരു ക്ഷീണമില്ലാതെ, ടയർ ആവാതെ, ആൻഡ് പവർഫുള്ളി ഗെയിൻസ്റ്റ് ദ വാർ ഇൻ ഇറാഖ്. ഇറാഖ് യുദ്ധത്തിനെതിരായിട്ട്, ഇറാഖിൽ നടത്തിയ യുദ്ധത്തിനെതിരായിട്ട് വളരെ പവർഫുള്ളായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ആൻഡ് ദ ഡീപ്രഡേഷൻ ഓഫ് അമേരിക്കൻ ഇമ്പീരിയലിസം. ഡീപ്രഡേഷൻ ഓഫ് അമേരിക്കൻ ഇമ്പീരിയലിസം. അമേരിക്കൻ ഇമ്പീരിയലിസം, അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ ബാൽക്കൺസിലും സെൻട്രൽ അമേരിക്കയിലും അതേപോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇതിനു മുന്നേ നടന്നിരുന്ന എല്ലാ സ്ഥലങ്ങളിലും, ചെറുതും വലുതുമായ എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കൻ സാമ്രാജ്യത്വം കൊണ്ടുണ്ടായ ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ സംസ്കാരത്തിന്, അവരുടെ സമാധാനത്തിന്, അവരുടെ സന്തോഷത്തിന് എല്ലാം ഡിപ്രേഡ് ചെയ്യുകയായിരുന്നു, എല്ലാത്തിനെയും കവർച്ച ചെയ്യുകയായിരുന്നു അമേരിക്കൻ ഇമ്പീരിയലിസം ചെയ്തത്. അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വം എന്നുള്ള മീനിങ്ങാണ്. അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ട്, വളരെ ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു സ്പീച്ചാണ്, അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. And you know, he utilized his acceptance speech to extend and develop the struggle, giving a blistering critique of the entire course of US foreign policy in the period since World War II. അദ്ദേഹം പിൻറ്റർ എന്താണ് ഈ സ്പീച്ചിലൂടെ ഉദ്ദേശിച്ചത്? അദ്ദേഹം എന്തിനു വേണ്ടി ആ സ്പീച്ച് യൂട്ടിലൈസ് ചെയ്തത്? ഈ ഒരു നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കൻ ഇമ്പീരിയലിസത്തിനെതിരായിട്ട്, ആ ഒരു ഇമ്പീരിയലിസത്തിൽ, ആ ഒരു സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന, സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ട്രഗിളിനെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ, ഇത് കേൾക്കുന്ന ഓഡിയൻസിന് മനഃശക്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഈ ഒരു സ്പീച്ചിന് പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ ആ ഒരു സ്ട്രഗിൾ ഡെവലപ്പ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനുമുള്ള ഒരു ബോദറിങ് അദ്ദേഹം ഉണ്ടാക്കിയത്? ബൈ ഗിവിങ് എ ബ്ലിസറിങ് ക്രിട്ടീക്ക് ഓഫ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് US ഫോറിൻ പോളിസി ഇൻ ദ പീരീഡ് സിൻസ് വേൾഡ് വാർ II എന്നാണ്. ബ്ലിസറിങ് ക്രിട്ടീക്ക്, വളരെ പൊള്ളുന്ന തരത്തിലുള്ള ക്രിട്ടീക്ക് മീൻസ് ക്രിട്ടിസൈസിങ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഒരാളുടെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്ത് പറയുക അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് മാത്രം എടുത്ത് പറയുക എന്നതിലുപരിയായിട്ട് ഹി ഈസ് ക്രിട്ടീക്കിംഗ്, he is analyzing both positive and negative side of American administrations and their practices and their policies. വേൾഡ് വാർ II മുതൽ തന്നെ US ഫോറിൻ പോളിസി, അതിൻ്റെ എൻറ്റയർ കോഴ്സിനെ അദ്ദേഹം ഇവിടെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. അതിലൂടെ നമുക്കായാലും അതെ, ഒരു കാര്യത്തിന് വളരെ ഓപ്പണായിട്ട് A to Z നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏതാണോ പോസിറ്റിവിറ്റി കൂടുതലുള്ള വശം അല്ലെങ്കിൽ സത്യസന്ധമായ വേ ഏതാണോ അതിലേക്ക് ചാഞ്ഞു നിൽക്കാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമാകും. ലൈക്ക് വൈസ്
He utilized his acceptance speech to extend and develop that struggle by giving a blistering critique of the entire course of US foreign policy in the period since World War II. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഇൻഡിക്കേറ്റിംഗ് ബ്രിട്ടൻ ഫോർ ഇറ്റ്സ് റോൾ ആസ് വാഷിങ്ടൺസ് ജൂനിയർ പാർട്ട്ണർ ആൻഡ് അക്കംപ്ലൈസ്. അമേരിക്കയുടെ ജൂനിയർ പാർട്ട്ണറാണ്, വാഷിങ്ടണിൻ്റെ ജൂനിയർ പാർട്ട്ണർ, അവരുടെ അക്കംപ്ലൈസ് ആണ് ബ്രിട്ടൻ എന്നുകൂടെ അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. മിൻസിങ് നോ വേർഡ്സ്, പിന്റർ കോൾഡ് ബുഷ് ആൻഡ് ബ്ലെയർ വാർ ക്രിമിനൽസ്. മിൻസിങ് നോ വേർഡ്സ്, മിൻസിങ് എന്ന വേർഡിൻ്റെ മീനിങ്, മിൻസിങ് എന്ന് പറഞ്ഞാൽ വളരെ ഭാവനാപരമായിട്ട് നാട്യങ്ങളോടുകൂടി എന്നൊക്കെയാണ്. മിൻസിങ് നോ വേർഡ്സ്, ഒരു ഭാവനാപരമായിട്ടുള്ള ഒരു മാറ്റവും ഇല്ലാതെ, അല്ലെങ്കിൽ മുഖത്ത് സംസാരത്തിലും മുഖഭാവത്തിലുമൊന്നും യാതൊരു വിധത്തിലുള്ള നാട്യങ്ങളുമില്ലാതെ, അങ്ങനെയുള്ള വേർഡ്സ് ഒന്നുമില്ലാതെ വളരെ ഓപ്പൺ ആൻഡ് പവർഫുൾ, വളരെ സത്യസന്ധമായി ട്രൂത്ത്ഫുള്ളായിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? പിന്റർ കോൾഡ് ബുഷ് ആൻഡ് ബ്ലെയർ വാർ ക്രിമിനൽസ്. ബുഷിനെയും ബ്ലെയറിനെയും എല്ലാം വാർ ക്രിമിനൽസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. ആൻഡ് മെയ്ഡ് ആൻ ഇംപാഷൻഡ് കോൾ ഫോർ മാസ് പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് ടു മിലിറ്ററിസം ആൻഡ് വാർ. മിലിറ്ററിസത്തിനെതിരായിട്ട്, ഈ യുദ്ധത്തിനെതിരായിട്ട്, വാറിനെതിരായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന മാസ് പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് വളരെ ഇംപാഷൻഡായിട്ട്, വളരെ വികാരാധീതനായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. സോ ഇതൊക്കെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സ്പീച്ചിൻ്റെ എക്സ്ട്രാക്റ്റിൽ പഠിക്കാനുള്ളത്. ഓൾ റൈറ്റ്, ഹിയർ is an edited version of the Nobel lecture which focuses on Pinter's passionate concern for the victims of oppression. അടിച്ചമർത്തലിന് ഇരയാക്കപ്പെട്ട ആളുകളുടെ, ഒപ്രഷൻഡായിട്ടുള്ള വിക്ടിംസിൻ്റെ, അവർക്ക് വേണ്ടിയുള്ള ഹാരൾഡ് പിന്ററിൻ്റെ പാഷനേറ്റ് കൺസേൺ ആണ് ഈ ഒരു ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ് എന്ന് പറയുന്ന സ്പീച്ചിൻ്റെ എക്സ്ട്രാക്റ്റിലൂടെ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൾ റൈറ്റ്, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻട്രോഡക്ടറി പാർട്ട് ഓഫ് ദ ചാപ്റ്റർ ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ്. And the text of this chapter will be discussed on the next session of this video. Till then, bye-bye.